ഹായ്, ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെയും റൊട്ടിയുടെയും കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വെജ് കറി ഉണ്ടാക്കാം. ഇത്തിരി സെമി ഗ്രേവി ആയിട്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ്. അപ്പൊ ആദ്യം അടികട്ടിയുള്ള പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് 2 മീഡിയം സവാള അരിഞ്ഞത് ചേർക്കണം. സവാള നല്ല പൊടി പോലെ അരിഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ ചോപ്പ് ചെയ്തെടുക്കുകയോ ചെയ്താൽ മതി. എണ്ണയിൽ വഴറ്റി വാടി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. പേസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് എടുത്താൽ മതി. ഇത് 4 വലിയ ടൈപ്പിലുള്ള വെളുത്തുള്ളിയും ആ ഒരളവിൽ തന്നെ ഇഞ്ചിയും ഫ്രഷ് ആയിട്ട് ചതച്ചെടുത്താണ് കേട്ടോ. അപ്പൊ ഇതിന്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറുമ്പോൾ നമുക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. 1 ടീസ്പൂൺ നിറഞ്ഞു നിൽക്കുന്ന അളവിലുണ്ട്. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടൊക്കെ ചെയ്യണം. ഉള്ളി വാടി ലൈറ്റ് ആയിട്ടൊന്ന് കളറ് മാറിയാൽ മതി. ഈ സമയത്ത് നമുക്ക് 2 ചെറിയ തക്കാളി അരച്ചിട്ട് ചേർക്കാം കേട്ടോ. നല്ല കളറുള്ള പഴുത്ത തക്കാളി എടുത്തിട്ട് മിക്സിയിൽ പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം. തക്കാളിയും വെന്ത് വന്ന ശേഷം തീ കുറച്ച് വയ്ക്കാം. എന്നിട്ട് ഇതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ എടുത്ത് മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ എടുത്ത് കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ചെറിയ തീയിൽ പൊടികളൊക്കെ മിക്സ് ചെയ്തെടുക്കണം. തീ കുറച്ച് വെച്ചിട്ട് തന്നെ ഇതിലേക്ക് 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. തൈരിന്റെ പുളി നോക്കിയിട്ട് അളവെടുക്കണം. ഇത് പുളി കുറവുള്ള തൈരാണ്. തക്കാളിയും ചേർക്കുന്നതുകൊണ്ട് ലാസ്റ്റ് പുളി കൂടരുത്. അല്പം ഗ്രേവി ആവാനായിട്ട് 1/4 കപ്പ് ചൂടുവെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ തന്നെ വേറെ അടുപ്പിൽ ഒരു പാൻ വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചൂടാക്കണം. എന്നിട്ട് ഇതിലേക്ക് 200 ഗ്രാം പനീർ ചേർത്തിട്ട് ഫ്രൈ ചെയ്യാം. പനീറിന്റെ സൈഡൊക്കെ ലൈറ്റ് ബ്രൗൺ ആവുന്ന രീതിയിൽ എല്ലാ വശവും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്യണം. പനീറൊക്കെ ഫ്രൈ ആയി തുടങ്ങുമ്പോൾ ഒന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു മീഡിയം ക്യാപ്സിക്കം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മീഡിയം സവാള കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. എല്ലാതും ലൈറ്റ് ആയിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇങ്ങനെ ഫ്രൈ ചെയ്ത ശേഷം ഈ വെജ് നമുക്ക് ഗ്രേവിയിലേക്ക് ചേർത്ത് മീഡിയം ചൂടിൽ മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ഒന്ന് കുഴഞ്ഞിരിക്കുന്ന പോലെയാണ് ഉണ്ടാവുക. അധികം ഗ്രേവി ഉണ്ടാവില്ല. അതുപോലെ ക്യാപ്സിക്കവും സവാളയൊക്കെ അധികം കുക്കാവണ്ട. ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ കുക്കായാൽ മതി. എല്ലാതും ഒന്ന് തിളച്ച ശേഷം ഇതിലേക്ക് അല്പം കസൂരി മേത്തിയും മല്ലിയിലും ഒക്കെ ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റ് കൂടെ ചൂടായ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ള ഒരു പനീർ കറിയാണ്. ഇത് ചൂടോട് കൂടി തന്നെ ചപ്പാത്തിയുടെയോ അല്ലെങ്കിൽ റൊട്ടിയുടെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യാം. അപ്പൊ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.